ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് വൈബ് ഗൈസ്. അപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ റൂമിന് തൊട്ടപ്പുറത്തുള്ള അച്ചായൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളി ഹോട്ടലിലോട്ടാണ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് നമ്മുടെ ജുവാൻ്റെയും ന്യൂനുൻ്റെയും മുടി മൊട്ടടിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പള്ളി വക സ്റ്റാളിലാണ് നമ്മൾ പോയത്. അങ്ങനെ നേരെ ടോക്കണും കാര്യങ്ങളും ബ്ലേഡൊക്കെ കിട്ടി നേരെ അകത്തോട്ട് കയറിയപ്പോൾ അവിടെ ഒട്ടുക്കത്തെ തിരക്ക്. അപ്പോൾ നമ്മൾ നേരെ മേളിലോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോഴും തിരക്കിന് കുറവൊന്നുമില്ല. അങ്ങനെ നമ്മൾ മൊട്ടടിക്കായിരുന്നു. ഇപ്പം ന്യൂനാണെങ്കിൽ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നുള്ള രീതിക്കാണ് അവനിരിക്കണം കേട്ടോ. അങ്ങനെ തലയിൽ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ മനസ്സിലായി ഇത് എന്തോ വശപശകാന്ന്. അങ്ങനെ അവരുടെ തലയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഇതേ മുടി വടിക്കാനായിട്ട് തുടങ്ങാണ് കേട്ടോ. അപ്പം ആദ്യമൊക്കെ പാവം പേടിച്ചിരുന്ന അവസാനമായി. ഇപ്പം പിന്നെ പേടി എക്സ്ട്രീം ലെവലെത്തി കരച്ചിലായി. അയ്യോ എന്നെ ഒന്ന് വെറുതെ വിടുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പാവം ഉണ്ട്. അതിൻ്റെ മുടിയൊക്കെ മൊട്ട അടിച്ച് അക്കുസൊട്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ചൊറിയണുണ്ട്, മുടിയൊക്കെ മേത്ത് വീണിട്ട്. അവൻ്റെ മുടി ആദ്യമായിട്ട് വടിക്കണേന്ന് തോന്നിട്ടാ. അങ്ങനെ പിന്നെ ഇരുന്നത് നമ്മുടെ ജുവാനാട്ടാ. അവൻ ഇതൊക്കെ എന്ത് നിസ്സാരം എന്നൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വാ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ ദിവ്യച്ച് പിടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുടിയും കാര്യങ്ങളൊക്കെ വടിച്ച് തുടങ്ങി. ഞാൻ വിചാരിച്ചു കുറേ നേരം എടുക്കുന്നു കേട്ടോ. നമ്മളെ കുഞ്ചൂസിൻ്റെ സുന്ദരിയൊക്കെ വടിക്കുന്ന സമയത്ത് കുറേ നേരമൊക്കെ എടുത്തു. പിന്നെ അന്ന് എനിക്ക് പിന്നെ യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇടാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ദേ നമ്മുടെ ഇവരുടെ ജുവാൻ്റെ ഒക്കെ വടിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ പള്ളി വക സ്റ്റാളാണെങ്കിലും ചെറിയൊരു തുട്ട് നമുക്ക് ഇവർക്ക് കൊടുക്കേണ്ടി വരും. ചോദിച്ചു മേടിക്കുക, അവർ കൊടുക്കേണ്ടതല്ല, ചോദിച്ചു മേടിക്കുക. അങ്ങനെ ഇവർ ഫ്രഷ് ആവാനായിട്ട് റൂമിൽ പോയിട്ടാണ് മുടിയൊക്കെ പഠിച്ചതല്ല. അങ്ങനെ അവർ റൂമിൽ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് ഞാനും ചേച്ചിയും ജെയിംസായിട്ടും പിള്ളേർ സെറ്റും കൂടിയിട്ട് വെച്ച് പിടിച്ചു. നേരെ നമ്മൾ നമ്മുടെ മുട്ടിൽ വേണ പള്ളീൻ്റെ അവിടേക്കാണ് പോണേട്ടാ. പിന്നെ തീരെ നടക്കാനില്ലാത്തതുകൊണ്ട് ഒരു ഫർലോങ് നടക്കണം. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ തിക്കും തിരക്ക് തൃശ്ശൂരുകളൊക്കെ എന്താണെന്ന് നോക്കിയപ്പോൾ മോര് വെള്ളം കൊടുക്കണമെന്നാണ്. പിന്നെ ഞാൻ ആ പരിസരത്തേക്ക് പോയില്ല. എനിക്ക് പിന്നെ പണ്ടേ ഇഷ്ടമല്ല ഈ തമിഴന്മാരുടെ ഫുഡ്, പിന്നെ ഗതികേട് കൊണ്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ എൻ്റെ പൊന്നോ ഇന്ന് അട്ടപ്പുറ വെയിലത്ത് ഇവർ മുട്ടിലഴയാണ്. ഞാനത് കണ്ടതിരിക്കുന്ന അഞ്ചത്ത് വിഷമം വന്നു. കാരണം വേറെ ഒന്നുമല്ല, പൊരിഞ്ഞ് കത്തി നിൽക്കണ വെയിൽ, അതിൻ്റെ ഇട്ടയക്കോടെ ചുട്ടു പഴുത്ത് കൊടുക്കണം മണല്. അതിൻ്റെ അതിലാണ് ഈ നടന്നും മുട്ടിലഴിഞ്ഞൊക്കെ പോണത്. സമ്മതിക്കണം കേട്ടോ. ഈ വെയിൽ കണ്ടിട്ടൊക്കെ എനിക്ക് ഒരുമാതിരി കുഴഞ്ഞു പോണ അവസ്ഥയാണ്. കാരണം അത്രയ്ക്ക് ചൂടുണ്ട്. ഇവർക്ക് ഇതൊന്നും കുത്തിരില്ല കേട്ടോ. എൻ്റെ പൊന്നോ, അങ്ങനെ കുറേ പേര് മുട്ടിലഴയുന്നുണ്ട്, നടക്കണുണ്ട്, അവിടെ കിടക്കണുണ്ട്, ഈ ഇഴയണുണ്ട്. അവർക്ക് എന്തോ പ്രാർത്ഥന നിയോഗം വെച്ചിട്ടായിരിക്കും, അല്ലാണ്ട് ഇപ്പോൾ വെറുതെ ആരും ചെയ്യില്ലല്ലോ. നടത്തി കിട്ടട്ടെ. അങ്ങനെ നമ്മൾ നടന്ന് പള്ളിയുടെ അവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ മലയാളീസ് മാത്രമാണ് കോട്ടയെടുക്കണം കേട്ടോ. അവിടെയുള്ള ആരും കോട്ടയെടുക്കുന്നത് ഞാൻ കണ്ടില്ല. നമ്മൾ മലയാളീസ് മാത്രം കോട്ടയെടുക്കണുള്ളൂ. നമുക്ക് പറ്റുള്ള വെയിൽ, അവർക്ക് പിന്നെ അത് ചെയ്യില്ലായി. അങ്ങനെ ദുഃഖവെള്ളിയൊക്കെ ആയി കാരണം നല്ല തിരക്കുണ്ട് കേട്ടോ. തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചത്, പക്ഷേ നേരെ ഓപ്പോസിറ്റായി നല്ല തിരക്കുണ്ട്. പിന്നെ വെയിലൊക്കെ കുറച്ച് മങ്ങണുണ്ട്, പക്ഷേ അസാധ്യ വെയിലാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുമ്പിട്ട് കിടന്നിട്ട് ഒന്നും കാണാനില്ല ഗൈസ്. കാരണം അതൊക്കെ അടച്ച് വെച്ച് പൂട്ടി വെച്ച മാതിരി ചെയ്തേക്കാണ്. ഒന്നും കാണില്ല. ചേച്ചി ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇത് കാണാമായിരുന്നു. പിന്നെ അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ പിന്നെ കാര്യമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും വന്ന് കുളിച്ച് സുന്ദര കുട്ടപ്പികളായിട്ടുണ്ട്. ഇനി നേരെ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കാൻ വന്നേക്കാണ്ട്. അപ്പോൾ നമ്മൾ വന്നേക്കണത് എല്ലാവരും കൂടി അച്ചായൻസിലോട്ട് തന്നെ വന്നേക്കണം കേട്ടോ. കാരണം അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയത്, അതായത് മലയാളീസിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയത് അച്ചായൻസിലാണ്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ഒരാൾ നോക്കണില്ല, എൻ്റെ പൊന്നോ ഫോണിൽ നോക്കിയിരിക്കുക. അപ്പോൾ ഞാൻ തോണ്ടാൻ വേണ്ടി പോയപ്പോഴത്തേനും വേഗം അങ്ങോട്ട് നോക്കി, എന്നിട്ടും വീണ്ടും അതിലേക്ക് ഫോണിലോട്ട് തന്നെ. അങ്ങനെ അതേ ചോറും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ഫുഡ് പോലെ തന്നെ കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ഫുഡ് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണ നിൽക്കുന്ന അവസ്ഥയാവും. അതായത് ഇത്രയ്ക്ക് വൃത്തിയും വെടുപ്പും ഇനി ഇതിനും കൂടുതൽ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ കിട്ടിയതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കറികളാണെങ്കിലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉപ്പേരിയും പപ്പടവും സാമ്പാറും രസവും മോരുകറിയും എല്ലാം നല്ല രസമുണ്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളും അത് നല്ല ചൂട് ചോറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ വൈകിട്ട് ട്രെയിനും കാര്യങ്ങളൊക്കെ ആയ കാരണം ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയണതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും പുറത്ത് കട്ട വെയിറ്റിങ്ങിലാണ്. ഇവരനെ നോക്കി നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നേരെ നമ്മൾ വിട്ടത് നമ്മുടെ മലയാളി കുർബാന നടക്കുന്ന പള്ളിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറയണ്ട എൻ്റെ പൊന്നോ, എല്ലാവരും, അതായത് ഇവിടുത്തെ ആൾക്കാരെല്ലാം തോന്നും കുറേ പേരിങ്ങനെ പള്ളിയിൽ കിടക്കണു,
ഉറങ്ങണോ, ചോറുണ്ണണോ, മുടിയിടണോ, തുണി വിരിച്ചിടണോ, ഒരു പള്ളി എന്നുള്ളൊരു ബഹുമാനമൊന്നും ഇവിടെ ആരെങ്കിലും ഞാൻ കണ്ടില്ല കേട്ടോ. നമുക്കാണ് പിന്നെയും ഒരു ഇതുള്ളത്. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരി ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ ട്രെയിൻ കയറാനായിട്ട് നമ്മുടെ സ്റ്റേഷനിൽ വന്നു. അങ്ങനെ ട്രെയിനൊക്കെ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ബോറടിച്ചപ്പോൾ ഞങ്ങൾ കള്ളനും പോലീസൊക്കെ കളിക്കാൻ കേട്ടോ. അപ്പോൾ പോകുമ്പോഴും ഞങ്ങൾക്ക് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടാണ് ബോഗിയും കാര്യങ്ങളൊക്കെ കിട്ടിയേട്ടാ. അപ്പോൾ പിന്നെ ഡിജോ ഇവിടെ വന്നിരിക്കും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിന്നും. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ട ടൈമും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ ട്രെയിനും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ഒറ്റ സ്റ്റേഷനിൽ പിന്നെ അധികം ആൾക്കാരില്ല. ആകെ കൂടി ട്രിച്ചിയിൽ മാത്രമേ ആൾക്കാരെ കണ്ടുള്ളൂ. ബാക്കി എവിടെയും പിന്നെ കണ്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ തൃശ്ശൂർക്കാരൻ ഒരു പയ്യനെ കിട്ടിയിട്ടാണ്. ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഭയങ്കര എന്താ പറയുക, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. ജൂഡിൻ എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ അവൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കത്തി വെച്ചിരുന്ന്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം അപ്പുറത്തെ ബോഗിയിലോട്ട് പോയി. അപ്പുറത്തെ ബോഗിയല്ല, ഒരു 6-7 ബോഗി അപ്പുറമാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി നൂനൂനൊക്കെ കളിപ്പിച്ച് അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് കുറച്ച് നേരം കത്തി വെച്ച് പിള്ളേർ സെറ്റിനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് അങ്ങോട്ടൊക്കെ പോകുന്നു. കുറേ നേരമൊക്കെ കിടന്ന് ഉറങ്ങി. പിന്നെ സ്വിച്ചിട്ടമാതിരി വേഗം എണീറ്റു. സ്റ്റേഷൻ എത്താറായില്ലോ ഒന്ന്. പുലർച്ചെ ഒരു 5 മണിയായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ. അങ്ങനെ നമ്മുടെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ പ്രാവശ്യത്തെ വേളാങ്കണ്ണി യാത്ര. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിന് പോകണം വേളാങ്കണ്ണിക്ക്. നമ്മൾ കുറേയൊക്കെ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ട്രെയിനിൽ ആദ്യമായിട്ടാണ് പോയേക്കണം. അങ്ങനെ അവർ ഇറങ്ങി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മന്ദം നടന്ന് അങ്ങോട്ടേക്ക് എത്താണ്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ വേളാങ്കണ്ണി ട്രിപ്പ്. പിള്ളേർ സെറ്റും ഞങ്ങളും എല്ലാവരും അടിപൊളിയായിരുന്നു. അപ്പം ഡിറ്റേച്ചും മമ്മിയും എല്ലാവരും ഭയങ്കര ക്ഷീണമായിട്ടാണ്. റോസൊക്കെ ബാണ്ടക്കെട്ട് താങ്ങിയിട്ടാണ് നിൽക്കണത് ബാഗ്. അങ്ങനെ വണ്ടി എടുക്കാനായിട്ട് പോയേക്കാണ് ജെയിംസ് സാറിനും ഡിജോയും. അങ്ങനെ നല്ലൊരു ഈസ്റ്ററും കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയിട്ട് നേരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.